ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നത് പോലെ ഇന്ന് വെജിറ്റബിൾ കുറുമയായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റായിട്ടുള്ള ഈ വെജിറ്റബിൾ കറി അപ്പം, ചപ്പാത്തി, പൂരി, പൊറോട്ട, ദോശ, ഇടിയപ്പം എന്തിന് നമ്മുടെ ചോറിൻ്റെ കൂടെ പോലും നല്ല ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ ഈ വെജിറ്റബിൾ കുറുമ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിനായിട്ട് 4-5 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത ഗ്രീൻ പീസ് ഒരു കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. കുതിർത്തെടുത്ത ഗ്രീൻ പീസ് 1/2 കപ്പ് അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് പൊട്ടറ്റോ ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പൊട്ടറ്റോ ക്ലീൻ ചെയ്ത് 1 ഇഞ്ച് കനത്തിൽ സ്ക്വയറായിട്ട് കട്ട് ചെയ്തതാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അരിഞ്ഞെടുത്ത പൊട്ടറ്റോ 1/2 കപ്പ് അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് സ്ക്വയറായിട്ട് കട്ട് ചെയ്ത ക്യാരറ്റും 1/2 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. അതും ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി വേണ്ടത് ബീൻസാണ്. ബീൻസും നീളത്തിൽ മുറിച്ച് 1/2 കപ്പ് അളവിൽ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് വേണ്ടത് വാഴക്കായയാണ്, പച്ചക്ക. പച്ചക്ക ഒരെണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് അരിഞ്ഞു വന്നപ്പോൾ 1 കപ്പ് അളവിലുണ്ട്. അതും സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പച്ചമുളകാണ്. 2 പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളക് ഞാൻ കീറാതെ മുഴുവനായിട്ടങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. കാരണം കീറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എരി കൂടി പോവും. അതുകൊണ്ടാണ് ഇതുപോലെ മുഴുവനായിട്ടങ്ങ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോഴത്തേക്ക് ഈ കറിക്ക് പച്ചമുളകിൻ്റെ ഒരു മണവും കിട്ടുന്നതായിരിക്കും. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കുക്കറോടെ എടുത്തൊന്ന് കുടഞ്ഞ് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം അങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് അളവിലാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുടഞ്ഞ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് സ്റ്റൗവിലേക്ക് വെച്ച് അടച്ചു വെച്ച് ആവി വരുമ്പോൾ വിസിലിട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് 1 വിസിൽ വന്നതിന് ശേഷം തീ കുറച്ച് വെച്ച് 1 വിസിലും കൂടെ വരുമ്പോഴേക്കും നമുക്കിത് ഓഫ് ചെയ്യാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പ്രഷർ കുക്കർ ആവി വന്നതിന് ശേഷം വെയിറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൽ ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം. അരപ്പിന് വേണ്ടി ചിരകിയ തേങ്ങ 1 കപ്പ് അളവിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഈ ചിരകിയ തേങ്ങയിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4-5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ അളവിലാണ് ജീരകം ചേർത്ത് കൊടുക്കുന്നത്. ഈ ചെറിയ ജീരകത്തിന് പകരം വലിയ ജീരകം ചേർത്താലും നല്ലതായിരിക്കും കേട്ടോ. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിലാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഗ്രാമ്പുവാണ് ചേർക്കുന്നത്. 2 ഗ്രാമ്പുവാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ഏലക്കായുടെ കുരുവാണ്. 2 ഏലക്കായുടെ കുരുവാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 2 ചെറിയ കഷ്ണം കറിവേപ്പട്ടയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് എരിവിന് വേണ്ടിയിട്ടാണ് ഈ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് ചേർത്ത് കഴിഞ്ഞാൽ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റും മണവും ഒക്കെ കിട്ടുന്നതാണ്. അതിനുശേഷം ഈ തേങ്ങാക്കൂട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്കിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നമുക്കത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം. ദാ നോക്കൂ, ഞാൻ ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം വെന്ത് പ്രഷർ കുക്കർ ഓഫ് ചെയ്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ വെന്തങ്ങ് കുഴഞ്ഞു പോകരുത്, നല്ല പരുവത്തിന് തന്നെ വെന്ത് കിട്ടണം. ദാ ഞാനിവിടെ കറക്റ്റ് പരുവത്തിന് തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട്. മെയിനായിട്ടും ഈ ഗ്രീൻ പീസ് ഒന്ന് നല്ലതുപോലെ വെന്ത് കിട്ടണം. ഗ്രീൻ പീസ് വെന്തോന്നൊന്ന് നോക്കാം. നമ്മളിങ്ങനെ വിരൽ കൊണ്ട് ഒരു ഗ്രീൻ പീസ് എടുത്ത് ഇതുപോലെ ഒന്ന് ഞെക്കി നോക്കിക്കഴിഞ്ഞാൽ ഗ്രീൻ പീസൊക്കെ ഉടഞ്ഞ് കിട്ടും. അതാണ് പരുവം. ഇനി നമുക്ക് കുക്കറോടെ അങ്ങ് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം തീ കൂട്ടി വെച്ചിട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. 1 തിള വന്നാൽ മാത്രം മതിയാകും. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് ചേർക്കാവുന്നതാണ്. കറി കുറച്ച് ലൂസായിട്ട് കിട്ടണമെങ്കിൽ അല്പം വെള്ളവും കൂടി ചേർക്കാവുന്നതാണ്. ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതിയാകും. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കുക്കർ ഇറക്കി മാറ്റി വയ്ക്കാം. കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് താളിച്ച് ചേർക്കാം. താളിച്ച് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുകിട്ട് അതും പൊട്ടി വരുമ്പോൾ കുറച്ച് ഉള്ളി അരിഞ്ഞതും ഉണക്കമുളക് മുറിച്ചതും കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കുക.
തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് വറുത്തെടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് ആ വെജിറ്റബിൾ കുറുമയിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ രുചികരമായ വെജിറ്റബിൾ കുറുമ ഇവിടെ റെഡിയായിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോഴെല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി അറിയിക്കാൻ മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.